നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയേ. എന്റെ പൊന്നെ, ഇതൊക്കെ എന്തുവാടേ? ബാത്റൂമിന്റെ ഉള്ളിൽ നഗ്നനായിട്ട് കുളിച്ചാൽ പ്രശ്നമുണ്ടോ ചോദിക്കുന്ന എല്ലാവർക്കും സംശയമാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക്. പക്ഷേ ബാത്റൂമിന്റെ ഉള്ളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ ആരും കാണുന്നില്ലെങ്കിൽ അവിടെ ഔറത്ത് മറക്കണം. ഔറത്ത് മറച്ചില്ലെങ്കിൽ പടച്ചോൻ തരുന്ന ശിക്ഷ എന്തെന്ന് അറിയാം നിങ്ങൾക്ക്? അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകും. മനസ്സിലായല്ലോ? അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ഫ്രണ്ട്സിനൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെയുള്ള പരിപാടി കാണും പോലെയാണ്. യവന്റെ അടുത്ത് ആരൊക്കെയോ ചോദിക്കുന്നു, നബരത്ത് മലച്ചണമെന്ന്, ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവണമെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ? നിങ്ങളൊക്കെ കക്കൂസിൽ പോയാൽ പോലും നിക്കറിട്ടിരിക്കണമെന്ന്. ഭയങ്കര ബുദ്ധിയാണ്. എവിടെ നിന്നറിയ അവനൊക്കെ ഇറങ്ങി വരുന്നത്? ഇതിനെയൊക്കെയാണ് ഈ വന്നിരുന്ന സുടുക്കളെ കളിയാക്കേണ്ടത്. എന്താ പറയാ അല്ലേ? അല്ല സഹോദര, എന്ത് കാരണത്താലാണ്, എന്ത് തെറ്റിന്റെ പേരിലാണ് താങ്കൾ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്? ഒന്ന് പറഞ്ഞുതരാമോ? അതിൽ എന്താണ് ആ കുട്ടി തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും സമുദായത്തെ വിമർശിച്ച് സംസാരിച്ചോ? ഏതെങ്കിലും വ്യക്തിയെ വിമർശിച്ച് സംസാരിച്ചോ? നാടിനും സമൂഹത്തിനും മോശമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞോ? ഇതൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് താങ്കൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്? ഒരു മുത്താലിമായ കുട്ടി ഇസ്ലാം മത വിശ്വാസികളോട് പറഞ്ഞ കാര്യമാണ്, അല്ലാതെ ഹിന്ദു സമുദായക്കാരോട് പറഞ്ഞതോ ക്രിസ്ത്യൻ സമുദായക്കാരോട് പറഞ്ഞതോ താങ്കളോടോ പറഞ്ഞ കാര്യമല്ല അത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് പോലും നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? എന്ത് വീഡിയോ കിട്ടിയാലും അതിന് യാതൊരുവിധ ലോജിക്ക് ഇല്ലെങ്കിലും അതിനെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? റീച്ചിന് വേണ്ടി താങ്കളെ പോലുള്ള ഒരു വ്ളോഗർ ഇത്രയ്ക്കും തരം താഴ്ന്ന പണിയൊന്നും ചെയ്യാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം തട്ടമിട്ട ഒരു കുട്ടി എന്തോ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ വിമർശിക്കാതെ ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന തട്ടത്തിനെതിരെ വിമർശിച്ചു. കഷ്ടം തന്നെ സഹോദര. ഇതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് എന്ത് സുഖമാണ് താങ്കൾക്ക് കിട്ടുന്നത്? ഞാൻ താങ്കളുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. തെറ്റിനെതിരെ സംസാരിച്ച് വീഡിയോ ചെയ്യാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ താങ്കൾ ചെയ്ത ഈ വീഡിയോ 100% തെറ്റാണെന്നുള്ള ബോധം കൃത്യമായിട്ട് താങ്കൾക്കറിയാം. താങ്കൾക്ക് കണ്ടന്റിന് ഇത്രയ്ക്കും ദാരിദ്ര്യമുണ്ടോ? രാജ്യത്ത് വേറെ എന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, താങ്കൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നറിയാം. താങ്കൾ അതിനെതിരെ ഒന്നും ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെക്കുറിച്ച് താങ്കൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. താങ്കൾ സ്നേഹിക്കുന്ന, താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവരായിരിക്കാം. പക്ഷേ തെറ്റ് ചെയ്തവർ ആരാണേലും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ താങ്കൾക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നില്ലേ? ചെയ്തില്ല. താങ്കൾ ഏത് സമയത്തും ചെയ്യുന്നത് മുസ്ലിം 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 എന്നുള്ള വീഡിയോ ആണ്. അതിന് മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം തെറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളുമുണ്ട്, അതിന് നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ താങ്കൾ ഈ ചെയ്ത വീഡിയോ എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് കാരണത്താലെന്ന് ചെയ്തതെന്ന് താങ്കൾ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ കൊള്ളായിരിക്കും. ആ കുട്ടി ഇസ്ലാം മത വിശ്വാസികളോടാണ് പറഞ്ഞത്. ഇസ്ലാം മതത്തിൽ അങ്ങനെ പറയുന്നുമുണ്ട്. ബാത്റൂമിൽ കയറിയാൽ ഔറത്ത് മറയ്ക്കൽ സുന്നത്താണ് എന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നുമുണ്ട്. അതിന് താങ്കൾ എന്തിനാണ് ഇത്രയ്ക്കും അസ്വസ്ഥനാകുന്നത്? എന്തിനാണ് ഇത്രയും രോഷാകുലനാകുന്നത്? മറ്റു സമുദായത്തിൽപ്പെട്ട ആരോടെങ്കിലും പറഞ്ഞോ അങ്ങനെ ചെയ്യാൻ? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചോ അങ്ങനെ ചെയ്യാൻ? സഹോദര, താങ്കളോട് തന്നെ ചോദിക്കുക, ഈ വീഡിയോ എന്ത് കാരണത്താലാണ് ഞാൻ ചെയ്തതെന്നും ഇത് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നും. സത്യത്തിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഹിന്ദു സഹോദരങ്ങൾ പോലും താങ്കളെ വെറുക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമാണ്. അതുകൊണ്ട് വിമർശിച്ചോ, അതിനുള്ള അവകാശം നമുക്കുണ്ട്. അതിനോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു ബോധവും കൂടി ഉണ്ടാക്കിയെടുക്കണം. ആശയത്തെ ആശയം കൊണ്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ നിൽക്കരുത്. സത്യത്തിൽ ഒരു സമൂഹത്തെ മുഴുവനും വെറുപ്പിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരല്ലേ യഥാർത്ഥ വർഗീയവാദി?